ഇത് റിയലി അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. ഹോയ്, എങ്ങനെ പാതിരാത്രി സ്പെഷ്യൽ ഷോയ്ക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ബസൂക്കയ്ക്ക്. അതിന് സ്റ്റൈലായിട്ട് തന്നെ പോയേക്കാന്ന് വിചാരിച്ചു. ഈ കാറല്ല, നമ്മുടെ തൊട്ടിപ്പുറത്ത് ദീ കാറിൽ. കാർ ഏതാണെങ്കിലും സിനിമ പൊളപ്പനായിട്ട് തന്നെ പോയത്. ഏതായാലും ഇത് ഫാൻ ഷോ ആണ്. പാതിരാത്രിയിലാണ്, 12 മണിക്ക് തൊട്ട് മുമ്പായിട്ട് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞ് വെച്ചു. നേരത്തെ എത്തിയുകൊണ്ട് ഈ കാണുന്ന എംഗ്രില്ലും KL ടവറും ഒക്കെ ഷൂട്ട് ചെയ്തു. LFSലായിരുന്നു ഷോ. അപ്പോഴത്തേക്കും കുറേ മലയാളീസൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ചെങ്കുകളോടൊക്കെ കുറച്ച് കഥയൊക്കെ അടിച്ച് തന്നു. കൂടാതെ നമ്മുടെ ബസൂക്ക മമ്മൂക്ക സ്റ്റൈലായിട്ട് നിൽക്കുന്നതിന് മുമ്പ് എന്നിട്ട് ഒരു സെൽഫിയൊക്കെ അടിച്ച് തിയേറ്ററൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ പടക്കം പൊട്ടിയും ബഹളം. വേറൊന്നുമല്ല, അജിത്തിൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതിനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കടവുള്ളേ എന്നൊക്കെ വിളിച്ചിട്ട് എല്ലാവരുടെ കിടന്ന് ബഹളവും ആകെ പടക്കം പൊട്ടിയും. അപ്പോൾ അതിൻ്റെ പടക്കം പൊട്ടിയാണ് ആദ്യം കണ്ടത്. ഹോയ്, അപ്പോൾ നമ്മുടെ ബസൂക്ക സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണിത്. വന്നിട്ട് വണ്ടിയൊക്കെ നമ്മുടെ പാർക്കിങ്ങിലിട്ട് വഴിയിലൊന്നും ഇട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ റിവ്യൂ ഒക്കെ പറഞ്ഞാലൊന്ന് ഓർത്തു. പക്ഷേ ഈ നട്ടപ്പാതിരയ്ക്ക് അവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിറുക്കന്മാർ, അണ്ണന്മാർ, പോലീസ് അണ്ണന്മാർ വന്നിട്ട് വെറുതെ കിടന്ന് ചൊറിഞ്ഞ് ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാനിങ്ങനെ പോന്നു. എന്താണത്? ഒരു ഡയറി കുറിപ്പ് വെച്ചേക്കും. മലേഷ്യൻ ഡയറിയാണ്. ഏതായാലും സംസാരിക്കുന്ന മലേഷ്യൻ ഡയറിയാ. അവിടെ എഴുതിക്കൊണ്ടിരുന്ന ആരാന്ന് അറിയത്തില്ല. അപ്പോൾ ഏതായാലും നമ്മൾ സിനിമ കണ്ടു. സിനിമ വളരെയധികം ട്വിസ്റ്റോട് കൂടിയ ഒരു സിനിമ. കൊള്ളാം പരിപാടിയെല്ലാം നന്നായിട്ടുണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. നമ്മൾ ഓരോരുത്തർക്കും ഓരോ പെർസെപ്ഷൻ ആണല്ലോ. എനിക്ക് കണ്ടത് വെച്ച് നോക്കുവാണെങ്കിൽ കൊള്ളാം. തുടക്കത്തിൽ എന്തൊക്കെയോ കുറച്ച് ലാഗ് പോലെയൊക്കെ ചെറുതായിട്ട് തോന്നിയെങ്കിലും പിന്നെ കഥ വളരെ സ്മൂത്തായിട്ട് പോയി. പിന്നെ കുറച്ച് എന്താ പറയുന്നത്, ഒരു മോഡേൺ ഒരു ഇതിൻ്റെ കുറച്ച് കൺസെപ്റ്റ് കൂടെ എടുത്ത് ഒരു ത്രില്ലിംഗ് ആക്കി കൊണ്ടുപോയിട്ടുണ്ട്. ക്ലൈമാക്സ് ആകുമ്പോഴും ഒക്കെ മമ്മൂട്ടിയുടെ ഒക്കെ ഒരു വേറൊരു രൂപവും ഒക്കെ ആയിട്ട് കൊള്ളാം പരിപാടികൾ. ചിലർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചിലർക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതായാലും കണ്ടിട്ട് അഭിപ്രായം പറയൂ. പിന്നെ ഇപ്പോൾ കണ്ടത് മലേഷ്യയിലെ ചില ആഘോഷങ്ങളും മേളങ്ങളുമാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥലത്താണ്, നമ്മുടെ കറക്റ്റ് അവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം തീ പിടിച്ചത്. മലേഷ്യയിൽ തീപിടുത്തം നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ നാട്ടിൽ വന്നായിരുന്നു. നമ്മളിവിടുന്ന് പിന്നെ പ്രത്യേകിച്ച് വാർത്തയൊന്നും കൊടുത്തില്ല. നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു. ഞാൻ രാവിലെ ഇറങ്ങി കുറച്ച് മാറിയപ്പോൾ തൊട്ട് പുറകെ ഉണ്ടായതാണ്. ഏതായാലും അതൊക്കെ ഇപ്പം റെഡിയായി. അപ്പോൾ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഇരുന്നാണ്. ഇപ്പോൾ ബസൂക്ക ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നു, LFSലൊക്കെ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. മലയാള സിനിമകൾ വരുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വരണം, ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളിത്തം. നമ്മൾ മലയാള സിനിമ ഇപ്പോൾ ഒരു ഓണപ്പരിപാടി ഇവിടെ നടക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓണപ്പരിപാടി നടക്കുമ്പോൾ 50 പേരെങ്കിലും എക്സ്പെക്ട് ചെയ്യുമ്പോൾ അതിൽ 25 പേര് വന്നുള്ളെങ്കിൽ അടുത്ത ഓണപ്പരിപാടി നടക്കുകയല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സിനിമ വരുമ്പോൾ ഒരു 10-100 പേരെങ്കിലും മിനിമം കണ്ടില്ലെങ്കിൽ അത് എന്താ പറയുക, 10-100 പേരല്ല, എനിക്ക് അതിൻ്റെ കണക്ക് വെച്ചിട്ട് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. നാളൊന്ന് കൂട്ടിയൊക്കെ നോക്കിയതാണ്. അപ്പോൾ അത് നല്ലൊരു പങ്കാളിത്തം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ നമ്മുടെ തന്നെ അളിയൻ, എൻ്റെ രണ്ടാമത്തെ അളിയൻ സിംഗപ്പൂരൊക്കെ അവർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. സിംഗപ്പൂരൊക്കെ വളരെ നല്ല എന്താ പറയുക പാർട്ടിസിപ്പേഷൻ ആണ് ഇതിന്. അതിൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് 2 കറക്കം കറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും തിയേറ്ററിൽ എത്താൻ പറ്റും. ഇനി വണ്ടി ഇല്ലെങ്കിലും നമുക്ക് MRT എടുത്താണെങ്കിലും എങ്ങനെയാണല്ലോ എത്താം. ഞാൻ സിംഗപ്പൂരും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ളതാണ്. ഇവരെടുത്ത സിനിമയൊക്കെ അന്ന് ഇവരിപ്പോൾ അളിയനൊക്കെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2012 ഒക്കെ തൊട്ടേ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ അവിടെ പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം, നമുക്ക് അവിടെ ഒരുപാട് ഈ ജനറേഷനിലെ ആൾക്കാരുണ്ട്. എല്ലാവരും തന്നെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ എത്താനും എളുപ്പമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KL വെച്ച് കഴിഞ്ഞാൽ സെലങ്കൂൾ ഉള്ളവർക്ക് തന്നെ എത്താൻ, ഞാൻ തന്നെ ഇപ്പോൾ പാതിരാത്രിയിൽ വണ്ടി ഓടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ നല്ല ദൂരമാണ്. അതുപോലെ തന്നെ മെലാക്ക, JB, പിനെങ് അങ്ങനെ കിടക്കുന്ന ഓരോ സ്ഥലത്തും ഇപ്പോൾ അവിടെ നിന്നുള്ളവർക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഷോ വെച്ച് കഴിഞ്ഞാൽ അതിന് കാണാൻ മാത്രമുള്ള പങ്കാളിത്തം ഉണ്ടോ? പിന്നെ മലേഷ്യൻ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന മലയാളികൾ, പ്രവാസികൾ അധികം നമ്മുടെ ഗൾഫൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. പക്ഷേ അതിൻ്റെ മാത്രമല്ല, ഇവിടെയുള്ള മലയാളികളും കാണുന്നത് കൂടുതൽ തമിഴാണ്. അപ്പോൾ അത് തമ്മിലൊരു കണക്ഷൻ ഇല്ല. നമുക്കിപ്പോൾ അറിയാവുന്ന മലേഷ്യൻ മലയാളീസിലൊക്കെ ആണെങ്കിലും നമ്മൾ എത്തിക്കാറുണ്ട്. പക്ഷേ എങ്കിലും അതെല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സിനിമകളൊക്കെ ഇനിയും കൂടുതൽ വരും. അപ്പോൾ ഏതായാലും ഇതും എമ്പുരാനും ഇറങ്ങിയിട്ടുണ്ട്. എമ്പുരാനും ഇപ്പോൾ എമ്പുരാനും ഇപ്പോൾ April 14 ഉറക്കെ കിളി പാറ നിൽക്കുക. ഫാൻ ഷോ ആയിട്ട് സ്പെഷ്യൽ ഷോ പോയി കണ്ടതാണ്. നമ്മളിപ്പം സമയം ഇവിടെ കൃത്യം 4 മണിയായി. അപ്പം ഞാൻ പോയി ഉറങ്ങട്ടെ.
അപ്പോൾ എമ്പുരാൻ സിനിമയും ഉണ്ട്, എമ്പുരാൻ TGVയിലൊക്കെ ഉണ്ട്. അതിൻ്റെ തിയേറ്റർ ലിസ്റ്റൊക്കെ നോക്കിയാൽ കാണാം, മൊത്തം പച്ചയടിച്ച് കിടക്കുവാണ്. മുസ്ലിം ലീഗിൻ്റെ പരിപാടി നടക്കുമെന്നല്ല, അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിപാടിയൊന്നും നടക്കുമല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് എല്ലാം വേക്കൻ്റ് ആണ്. അപ്പോൾ ആൾക്കാർ കാണുക, എനിക്ക് തോന്നുന്നു സൈബർ ജയിലാണ്ടൊക്കെയാണ് കുറച്ച് ബുക്കിംഗ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ആൾക്കാർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഏത് മലയാള സിനിമയാണെങ്കിലും ആറിറക്കിയതാണെങ്കിലും ചുമ്മാ പോയി കണ്ട് എന്താ പറയുക അവർക്ക് കാശുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. സിനിമയിൽ വിജയിപ്പിക്കണം അല്ലെങ്കിൽ സിനിമ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൂടുതൽ പങ്കാളിത്തം വരിക, ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ പറയുക, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ, നമുക്ക് കാണാം, വിജയിപ്പിക്കാം, പരിപാടികൾ നടക്കട്ടെ. ഇനിയും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഉറക്കപ്പിച്ച് പറയും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുന്നു. അപ്പോൾ ബുക്ക് ചെയ്യുന്ന ലിങ്കൊക്കെ ഞാൻ ബസൂക്കയുടെ താഴെ ഇട്ടേക്കാം. അതുപോലെ എമ്പുരാൻ്റെ TGVയിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് നമ്മുടെയാണ് സബ്മിറ്റ് മോളിൽ തൊട്ടടുത്തുണ്ട്, ആപ്പിളിൻ്റെയൊക്കെ സ്കൂളിൻ്റെ അവിടെ പോയായിരിക്കും ഞാൻ കാണുന്നത്. ഞാൻ കണ്ടില്ല, അപ്പോൾ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ബസൂക്ക ഏതായാലും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഒരു ചെറിയ ലാഗൊക്കെ തോന്നിയെങ്കിലും കൊള്ളാം, ട്വിസ്റ്റും പരിപാടിയൊക്കെ ആയിട്ട് ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റിലുള്ളൊരു സിനിമ. അപ്പോൾ ഏതായാലും ഇനി കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉറക്കപ്പിച്ചൊക്കെ വരും. അതുകൊണ്ട് പറയുവാണെങ്കിൽ സിനിമ ഇത് മമ്മൂക്ക ഫാൻസിനൊക്കെ നോക്കുവാണെങ്കിൽ ഇത് റിയലി അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്തൊരു ട്വിസ്റ്റ് വന്ന ഒരു ആൾ വന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ പൊണ്ണ അതിലെ ഒരു ട്വിസ്റ്റ് കഥാപാത്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ ഞാൻ പറഞ്ഞു ഇത് പറയാം, തിയേറ്റർ കത്തും ഒന്ന് കത്തേണ്ടതായിരുന്നു. ഭാഗ്യം നാട്ടിൽ കത്തിയോന്ന് അറിയത്തില്ല. ഏതായാലും ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ, സിനിമയെ സപ്പോർട്ട് ചെയ്യുക, ജീവിക്കുക. ബൈ ബൈ.